നമസ്കാരം, ജനീഷാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളെല്ലാവരും കഴിഞ്ഞ ആഴ്ച ന്യൂസിലൊക്കെ കേട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പലരും അതിനെപ്പറ്റി അറിഞ്ഞു കാണും. അതായത് കുവൈറ്റിൽ നിന്നുള്ള മലയാളി നേഴ്സസ് ഏകദേശം 700 കോടിയോളം രൂപ ഗൾഫ് ബാങ്കിനെ, കുവൈറ്റിലെ ഏറ്റവും പ്രശസ്തമായ ബാങ്കാണ് ഗൾഫ് ബാങ്കിനെ പറ്റിച്ച്, അല്ലെങ്കിൽ അവിടെ നിന്ന് ലോണായിട്ട് എടുത്ത ശേഷം അത് പൈസ തിരിച്ചടയ്ക്കാതെ മുങ്ങി, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ പോയി. ചിലർ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നും പറയുന്നു. അങ്ങനെ അവർക്ക് എന്തായാലും പൈസ തിരിച്ച് കിട്ടുന്നില്ല. വലിയ തുക ലോൺ എടുത്ത ആളുകൾ പൈസ തിരിച്ചടയ്ക്കുന്നില്ല എന്നുമായി ബന്ധപ്പെട്ട് കുവൈറ്റിൽ ഇത്ര വലിയ തുക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലൊരു വലിയ ഗ്രൂപ്പ്, ഏകദേശം 1432 പേരോളം ഇങ്ങനെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതെല്ലാം ഒരു കാറ്റഗറി ആയതുകൊണ്ടും, നേഴ്സസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ടും, അതിൽ കൂടുതലും മിക്കതും മലയാളികളായതുകൊണ്ട് തന്നെയാണ് അവർ ഇതിൻ്റെ ഒരു സവിശേഷമായ സ്വഭാവം, അല്ലെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ടാണ് അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്, ഹോം അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ. അതിനുശേഷം കേരളത്തിൽ പോകുന്ന പോലീസിൻ്റെ കേസ് കൊടുക്കാൻ വേണ്ടി വന്ന് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഗൾഫ് ബാങ്കിൻ്റെ അധികാരികൾ തന്നെയാണ് കേരളത്തിൽ വന്ന് അവരുടെ വക്കീൽ മുഖാന്തരം ഇതിനനുസരിച്ചുള്ള കേസ് കൊടുത്ത് സൈബർ കേസ് അടക്കം എടുത്ത് അവരെ ഏകദേശം 10ഓളം സ്റ്റേഷനുകളിൽ കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ. അങ്കമാലി, പുത്തൻകുരിശ്, ആലുവ എന്ന പോലീസ് സ്റ്റേഷനിലാണ് കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുവൈറ്റിൽ ഒരുപാട് പേര്, മിക്കതും മലയാളികൾ തന്നെയാണ് നഴ്സിംഗ് മേഖലയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നമ്മുടെ മലയാളി നേഴ്സസാണ് ഒരു വലിയ സേവനം എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തായാൽ പോലും ഏറ്റവും വലിയ പ്രശംസനീയമായ സേവനം കാഴ്ചവെച്ചവരാണ് മലയാളി നേഴ്സുമാർ. അതിൻ്റെ ഇപ്പോൾ ദുബായിലാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് പേർക്ക് ഗോൾഡൻ വിസയൊക്കെ കൊടുത്ത് ആദരിക്കുന്ന ഒരു ഇതുപോലും ദുബായിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. അതുമാത്രമല്ല, അല്ലാതെ തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പുരോഗമനത്തിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ നേഴ്സസ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം അവർ പല ഭാഗത്തേക്ക് ഈ ജോലിക്ക് വേണ്ടി നാട്ടിലെ ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്തിരുന്ന ഈ സമൂഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തേക്ക് UK അല്ലെങ്കിൽ US, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ പോകാൻ സാധിച്ച് അവിടെ നിന്ന് ജോലി ചെയ്ത് ആ പൈസ നാട്ടിലേക്ക് അയച്ച്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ അവർ മുന്നോട്ട് പോയിരുന്നത് ഇതുവരെ. അങ്ങനെ ഇപ്പോഴും നല്ല വലിയ സുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നവരാണ് നഴ്സുമാർ. നമ്മൾ വീഡിയോ നഴ്സിംഗ് മേഖലയിലുള്ളവരെ ഇതാക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ 1432 പേർക്കല്ലാതെ ലക്ഷക്കണക്കിന് നേഴ്സസാണ് നമ്മുടെ മലയാളികളായിട്ടുള്ളത്. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഇപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ തന്നെ ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോൾ അവൾ പറയുമായിരുന്നു, അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശ്രീലങ്കൻസ് ഇപ്പോൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശ്രീലങ്കൻസൊക്കെ ഇതിപ്പോൾ നമുക്കറിയാം, ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ ഇത് പെട്ടെന്ന് സ്പ്രെഡാവും അല്ലേ? ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സാഹചര്യത്തിൽ പെട്ടെന്ന് സ്പ്രെഡാവും. അത് മാത്രമല്ല, നമ്മളോട് എതിർപ്പുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മലയാളി കമ്മ്യൂണിറ്റിയാണ് നേഴ്സുമാർ, അല്ലെങ്കിൽ നേഴ്സസ് ആയാലും അല്ലെങ്കിൽ വേറെ ഏത് ഇതായാലും. അപ്പോൾ അതിനെതിരുള്ള ആൾക്കാർ അത് നമുക്കെതിരെ പരമാവധി നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന രീതിയിൽ അവരത് ഉപയോഗിക്കും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് അവരോട് ഇപ്പോൾ എൻ്റെ ഈ കസിൻസിനോടൊക്കെ ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ നാട്ടുകാരല്ലേ, ഇത് മല്ലൂസല്ല അല്ലെങ്കിൽ മലയാളികളല്ലേ ഇത് ചെയ്തത്, ഇത്ര പേര് ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവരെ ഒന്ന് കുത്തി നോപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് അറിയുന്ന ആളുകൾ തന്നെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതിപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ ഉണ്ടാവാം, അത് തീർച്ചയായിട്ടും അങ്ങനെ പറയും ചെയ്യും. കാരണം ഇവർ ചെയ്തിരിക്കുന്നത്, ഈ 1432 പേരെന്ന് പറയപ്പെടുന്നത് ചെയ്തിരിക്കുന്നത് ഒരു മഹാ തെമ്മാടിത്തരമാണെന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇത് അവർ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ കുട്ടികളാണ്. അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസ ലോകത്ത്, ഗൾഫിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് യൂറോപ്പിലായാലും UK-യിലായാലും എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കാണ് അത് ഏറ്റവും വലിയ ക്ഷീണം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? പ്രവാസികൾക്ക് മൊത്തം നാണക്കേടാണെങ്കിൽ പോലും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവരെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഫാർമസിസ്റ്റാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നേഴ്സായാലും നമ്മളൊരു പുതിയ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ MOH ആണെങ്കിൽ, ഇപ്പോൾ ദുബായിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, MOH നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ DH ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പോലീസ് ക്ലിയറൻസും കൂടി വെക്കണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം അത്രയും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ആ ഒരു ക്ലിയറൻസും കൂടി, ഇപ്പോൾ നമ്മളൊരു വേറൊരു ജോലി, സാധാരണ ജോലിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, നേഴ്സായിക്കോട്ടെ, പാരാമെഡിക്കൽ സ്റ്റാഫ് ആയിക്കോട്ടെ, ആർക്കായാലും ഇങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. കാരണം അത്രയ്ക്ക് ഒരു രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളായിരിക്കണം ഇത് ചെയ്യുന്നത് എന്നുള്ളത് നിർബന്ധം ഓൾറെഡി ഉള്ള സ്ഥലത്താണ്. അപ്പോൾ അവർ പോലും ഇത് കാണുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്ന്, അതായത് ദുബായിലും അല്ലെങ്കിൽ ഈ ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മലയാളി നേഴ്സസാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു
ആസൂത്രിതമായ സംഭവം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ദുബായിൽ എല്ലാവർക്കും അറിയാം, ദുബായിലെ ബാങ്കുകൾക്ക് അറിയാം, ദുബായിലെ MOHന് അറിയാം, എല്ലാ അതോറിറ്റീസിനും അറിയാം. അതുപോലെ എല്ലാ ഖത്തറായാലും കുവൈറ്റ് ആയാലും ബഹ്റൈൻ ആയാലും സൗദി ആയാലും എല്ലാവിടെയും അത് സ്പ്രെഡായി ആ ന്യൂസ്. അപ്പോൾ ഇത് മോശം ചെയ്യുന്നത് ആർക്കാണ്? നമ്മുടെ നേഴ്സസിനാണ്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ്, നമ്മുടെ പ്രവാസികൾക്ക് തന്നെയാണ് മൊത്തത്തിൽ. ഇപ്പോൾ ബാങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബാങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഈ കളക്ഷൻ്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, HSBC ബാങ്കിൽ. പുള്ളി പറയായിരുന്നു അവർക്കിപ്പോൾ ഇങ്ങനെ ആസൂത്രിതമായി നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഇതിന് മുമ്പുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ പോലും വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതായത് കാലാകാലത്തോളം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്തിട്ടുള്ള ഈ ഒരു സ്കാം, അല്ലെങ്കിൽ ഇതൊരു സ്കാം പോലെയാണ് അവരും കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ ലോൺ എടുത്ത് ഇങ്ങനെ മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ചീത്തപ്പേര് റെക്കോർഡിൽ വന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഇപ്പോൾ അത് നമുക്ക് ഇനി അത് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് ഇനി നമുക്ക് വന്ന ഡാമേജ് നമുക്ക് നികത്താൻ സാധിക്കില്ല. എന്തുതന്നെയായാലും ഇത് ചെയ്തത് വളരെ മോശമായി പോയി. ഇത് എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ ഞാൻ UN-നെ ഇതുമായി ബന്ധപ്പെട്ട് UN-ൽ ഒരു നേതാവോ ഇൻ്റർനാഷണൽ UN-ൽ എന്തോ ആണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറയുന്നൊരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടു, ഇവർ 10-20 ലക്ഷമൊക്കെ കൊടുത്താണ് കുവൈറ്റിലേക്ക് കോവിഡിൻ്റെ സമയത്ത് പോയത്. അപ്പോൾ പോകുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 20 ലക്ഷം കൊടുത്ത് പോയെന്ന് കരുതി അവിടെ പോയി 1 കോടി ലോൺ എടുത്ത് പറ്റിക്കാന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അവിടെ പോയി ലോൺ എടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഇത്രയും വലിയൊരു ജോലിക്ക് അവിടെ വന്നതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ ആ ജോലിക്ക് അവർ തരുന്ന ഒരു ബഹുമാനം കൊണ്ട് കൂടിയാണ് അവർക്ക് ഇത്ര പെട്ടെന്ന് ലോൺ, ഇത്ര വലിയ തുകയ്ക്കൊക്കെ ലോൺ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കും, ഇതൊരു സ്റ്റേബിളായ ജോലിയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവിടുത്തെ ബാങ്കുകൾ ഈ പൈസ തരുന്നത് ഇവർക്ക് ഇങ്ങനെ ഇത് മെല്ലെ മെല്ലെ തിരിച്ചടയ്ക്കാൻ സാധിക്കും, അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നേഴ്സസ് എന്ന് കരുതിയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നാട്ടിൽ 20 ലക്ഷം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 20 ലക്ഷം കൊടുത്ത് ജോലിക്ക് പോയിട്ടല്ലേ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പോയെന്ന് കരുതി അത് ഈ പൈസ എടുത്ത് മാറ്റാനുള്ള ഒരു ഉപായമല്ലല്ലോ. അതുപോലെ തന്നെ ചിലർ പറയുന്നത് കേട്ടു അവിടെ കുറേ പേര്, അല്ലെങ്കിൽ മിക്കവരും തന്നെ എൻഡ് ഓഫ് ബെനിഫിറ്റ്സ് വാങ്ങിച്ചിട്ടില്ലാന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു 5 കൊല്ലത്തോളം ആയിട്ടുണ്ടാവും ഇവർ ജോലിക്ക് പോയിട്ട്, ആ 10 കൊല്ലമായി തന്നെ വയ്ക്കും. അവർക്ക് എൻഡ് ഓഫ് ബെനിഫിറ്റ് ആയിട്ട് മൊത്തം ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമൊന്നും ഉണ്ടാവണമെന്നില്ല, എന്നാൽ പോലും 10-15 ലക്ഷം ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ കിടക്കുന്നു. അവരെടുത്ത 1 കോടിയോ 75 ലക്ഷമോ അല്ലെങ്കിൽ 1.5 കോടി 2 കോടി അവിടെ കിടക്കുന്നു. ഇത്രയും വലിയ തുക എടുത്താണ് ഇവർ UK-ക്കും USA-ക്കും അല്ലെങ്കിൽ കാനഡയ്ക്കൊക്കെ, ഈ നേഴ്സുമാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ പോയവരുണ്ടാവാം, ഇപ്പോഴും പോകുന്നവരുണ്ടാവാം, ഇനി പോകാൻ നോക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു മോശം ഒരു അനുഭവമായില്ല, അല്ലെങ്കിൽ അവർക്കും ഇതിൻ്റെ പേരിൽ അവരും കൂടി ഈ ഒരു നാണക്കേടിന് പാത്രമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആ പൈസ എടുത്ത് പോയിട്ട് അവരവിടെ വലിയ വീട് വാങ്ങിച്ച് ഇനിയിപ്പോൾ ഈ പൈസ തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല എന്ന് കരുതി ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ച് വരുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബാങ്കിലൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ എടുത്ത് ഇത്രയും വലിയ തുക എടുത്ത് മുങ്ങിയ എത്ര ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആയതുകൊണ്ടാണ് ഇത് ഭയങ്കര പ്രശ്നമായി മാറിയതും. കാരണം ഇത്ര വലിയ തുക ബാങ്കിന് നഷ്ടമാവല്ലേ, 700 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പിന്നിൽ നോക്കുമ്പോഴാണ് ഇത്രയും വലിയ ആളുകൾ ഇതിൻ്റെ പിന്നിൽ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതിനാരോ ഇവർക്ക് ഇങ്ങനെ ഒരു ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കാം നടത്താം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിക്കവരും തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ക്ലിയറൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ ക്ലിയറൻസ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ജോലി ഞാൻ നിർത്തുന്നു, ഞാനിങ്ങനെ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ UK-ക്ക് പോവുകയാണ്, ഓസ്ട്രേലിയക്ക് പോവുകയാണെന്നൊന്നും പറഞ്ഞിട്ടല്ലാതെ നാട്ടിലേക്ക് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒന്നും പറയാതെ ഒരു ദിവസം അവർ പ്ലാൻ ചെയ്ത് മുങ്ങി അവർക്ക് ചിലപ്പോൾ നാട്ടിൽ പോയിണ്ടാവാം, അല്ലെങ്കിൽ അവർ നേരിട്ട് UK-യിലോ കാനഡയിലോ പോയിണ്ടാവാം, അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാർ വിഡ്ഢികളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇന്ന് നമുക്കറിയാം, നമ്മൾ ലോൺ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പാസ്പോർട്ട് കോപ്പി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ നിർത്തി പോകുന്ന ഒരാളോട് പറയുക, അപ്പോൾ ദുബായിൽ നിന്നൊക്കെ ആണെങ്കിൽ എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ അവരൊക്കെ വിളിച്ച് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് പറയും. കാരണം നമുക്ക് ഇവിടെയുള്ള ക്രെഡിറ്റ് കാർഡിനൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് ആനുവൽ ഫീ ഒന്നും ഇല്ലാത്തതായിരിക്കാം, പക്ഷേ എപ്പോഴാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ പോളിസി അവർ മാറ്റിയെന്ന് അറിയില്ല. അടുത്ത കൊല്ലം ചിലപ്പോൾ അത് പോളിസി മാറ്റി ആനുവൽ ഫീ ഉള്ള ക്രെഡിറ്റ് കാർഡായി മാറിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ആനുവൽ ഫീ വരും. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും വേറെ വല്ല രാജ്യത്തേക്ക് പോകുന്ന വഴിക്ക് ട്രാൻസിറ്റ് ആയിട്ട് ദുബായിൽ ഇറങ്ങുമ്പോഴായിരിക്കും ഇവിടുത്തെ ഇമിഗ്രേഷനിൽ അത് നോട്ടീസ് ചെയ്തിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അത്രയും പോലും നമ്മൾ ശ്രദ്ധിച്ച് നടക്കേണ്ട ഈ കാലഘട്ടത്തിലാണ് ഇവർ ഇത്രയും വലിയ തുക അടിച്ചു മാറ്റി മുങ്ങാം അല്ലെങ്കിൽ പോവാം എന്ന് കരുതിയതെന്ന് പറയുന്നത് ഭയങ്കര ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് മലയാളിക്ക് വെച്ച ഒരു നാണക്കേടിൻ്റെ ഡാമേജ് നമുക്ക് നികത്താൻ സാധിക്കില്ല. എന്തായാലും ഇനി നമുക്ക് ഇത് എത്രയും വേഗം ചിലരിപ്പോൾ അടച്ചു തീർക്കാൻ ഞങ്ങൾ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ വരാൻ സാധിച്ച് അവർക്ക് അടച്ച് വേഗം ഈ കേസ് ക്ലോസ് ചെയ്ത്
അവരുടെ കാര്യം സേഫ് ആക്കുകയാണ് നല്ലത്. അല്ലാതെ വെറുതെ ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് പിന്നീട് നാട്ടിലേക്ക് വരേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരൻസിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു വലിയ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കാൻ വരരുത്. കാരണം നിങ്ങളെല്ലാവരും 1400 പേരെന്ന് പറയുമ്പോൾ 1400 പേര് മാത്രമല്ല, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾക്ക് ഭാര്യമാരുണ്ടാവാം, ഭർത്താക്കന്മാരുണ്ടാവാം, കുട്ടികളുണ്ട്, നിങ്ങളെ പാരൻസ് ഉണ്ട്. ഇതെല്ലാവരും ബാധിക്കും അല്ലേ? നമ്മുടെ ഒരു ഭാവി വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ ഇന്നത്തെ കാലത്ത് ചെയ്യാതിരിക്കുകയാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഇങ്ങനെ ഒരു പ്രൊഫഷണൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ മുങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇവിടുന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട്. ചിലർ നാട്ടിൽ ഇവിടുന്ന് ഒരുപാട് പൈസ തട്ടി നാട്ടിൽ പോയി സെറ്റിൽ ചെയ്ത് ഇനി പിന്നെ എവിടേക്കും പോവാതെ യാത്ര ചെയ്യാതെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ വളരെ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഇത്ര നേഴ്സസ്, അതും വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവിടെയും അവരൊന്ന് ആലോചിച്ച് നോക്കണം, അവിടെയും ഇതുപോലെ പോലീസ് ക്ലിയറൻസ്, ഒരു ജോലി വേറെ ജോലി ചെയ്യുമ്പോൾ പോലീസ് ക്ലിയറൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അവർ ലീഗലി എല്ലാ ഭാഗത്തേക്കും ഇവർ പോയിട്ടുള്ള എല്ലാ കൺട്രീസിലേക്കും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ സ്ഥിതി? ഇവരുടെയൊക്കെ നഴ്സിംഗ് ലൈസൻസിന് എന്താ സംഭവിക്കുക? ഇവരുടെയൊക്കെ ജീവിതം തന്നെ കുട്ടിച്ചോറായി പോകില്ലേ? അപ്പോൾ അതൊക്കെ ചിന്തിക്കണ്ടേ ഇവർ ചെയ്തത്? ഈ ഒരു ഇതിന് ന്യായീകരിക്കാൻ വരുന്ന ആളുകളോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. കാരണം ഈ ബാലിശമായ 10 ലക്ഷം 20 ലക്ഷം കൊടുത്തതുകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ അവർ അവിടെ ഭയങ്കര ദുരിതം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റാണോ ചെയ്യേണ്ടത്? അതല്ലല്ലോ അതിനുള്ള പോകുംവഴി. അല്ലെങ്കിൽ അവിടെ നമുക്ക് പൈസ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഇവർ ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 10 ലക്ഷം 20 ലക്ഷം കൊടുത്തിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിങ്ങനെ ചെയ്ത് ഈ പൈസ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതുപോലെ ഈ ലോണ് അല്ല, നമ്മുടെ എൻഡ് ഓഫ് ബെനിഫിറ്റ് വാങ്ങിക്കാതെയാണ് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നതൊന്നും ഈ ഒരു വലിയ സംഭവത്തിനൊരു പരിഹാരമല്ല. എന്തായാലും ഇതുപറ്റി വന്ന വിവരങ്ങൾ വെച്ച് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതെന്തായാലും വളരെയധികം മോശമായി പോയി. ഇത് ഗൾഫിലുള്ള പ്രവാസികളായ നേഴ്സസിനും ഒക്കെ ഇവിടെ നേഴ്സിംഗ് മേഖലയെ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്ക് മലയാളി നേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അഭിമാനമായിരുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉയർത്തി കാണിച്ചിരുന്ന നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാരാണ്. അപ്പോൾ അവർക്ക് ഇടയിൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ, ഇനിയും ന്യൂസ് ഒന്നും സ്പ്രെഡ് ആവാതെ, അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ അവസാനിക്കും നമുക്ക് വിചാരിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.